നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വെറും അധികാരമോഹികളാണെന്നും ബിനോയ് വിശ്വം. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ചേലക്കര തൊഴൂപ്പാടം പത്തുതിപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലം തൊടി ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എളവള്ളി സ്വദേശി മൊയിനുദ്ദീൻ ജിസ്തിയാണ് മരിച്ചത്. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. തൃശൂർ ജില്ലയിലും താപനില ഉയരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 24, 25, 26 തീയതികളിലായാണ് തിരുനാൾ. കൊറത്തിശ്ശേരിയിൽ കള്ളുഷാപ്പിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച അധ്യാപകനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മണപ്പെട്ടി സ്വദേശി MG സുഗുണനെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വെറും അധികാരമോഹികളാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ലോക്സഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും രാജ്യത്തിന്റെ പ്രഥമ പൗരയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയ BJPയാണ് വനിതകൾക്കായി നാടകം കളിക്കുന്നത്. വനിതകൾക്ക് അംഗത്വമില്ലാത്ത RSS നയിക്കുന്ന BJP സർക്കാർ ആദ്യം അതിന് മറുപടി പറയണം. ഒപ്പം രാഷ്ട്രീയ കാപട്യത്തിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന RSS നയിക്കുന്ന BJP പറയുകയാണ് ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാരി ശക്തികളുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയെന്ന്. ആ പാർട്ടി എത്രമാത്രം തട്ടിപ്പിൻ്റെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എപ്പോഴും മോദി പറയും പാർലമെന്റ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണെന്ന്. ആ ശ്രീകോവിലിൽ ലവലേശം ആത്മാർത്ഥതയില്ലാതെ പൊള്ളയായ സ്ത്രീ പ്രേമം പറയുമ്പോൾ ഏറ്റവും മഹത്തായ സ്ഥാനമുള്ള രാഷ്ട്രപതിയെ കണ്ടില്ല. ആ രാഷ്ട്രപതി ഒഴിവാക്കിയിട്ടാണ് നാരീ മഹാത്മ്യം പറഞ്ഞ മോദി ഈ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനത്തിൽ പെരുമാറിയത്. ദ്രൗപദി മുർമു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു ഒരു ആദിവാസിയാണ്, അതാണോ അയോഗ്യത? ദ്രൗപദി മുർമു ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് BJP ചെയ്യുന്ന ഈ കളിയെല്ലാം ഇതിനു വേണ്ടിയാണ്. നാടകീയമായ വേഗതയിൽ അംഗത്വം കൂട്ടാൻ വേണ്ടിയാണ് പാർലമെന്റിലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അധികാരത്തിനും സീറ്റിനുമായി തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് ആകെയുള്ള ഒരു കസേര 3ആയി വെട്ടിപ്പൊളിക്കുമെന്ന അവസ്ഥയാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും കിട്ടിയ റിപ്പോർട്ടിനെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങൾ പറയുന്നു LDF പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. ടീം UDF എന്ന്. എന്ത് ടീം, എന്ത് UDF, എന്ത് കോൺഗ്രസ്, എന്ത് ഐക്യം? ആ പാർട്ടിക്ക് അധികാരമോഹമാണ്, കസേര കൊതിയാണ്. കസേര ഒന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ പോകുന്ന പോലെ പോയാൽ ആ കസേരയെ 3ആക്കി വെട്ടിമുറിക്കേണ്ടി വരും. TCV തൃശൂർ. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം TCVയോട് പറഞ്ഞു. ഇന്ന് 300-ൽ താഴെ നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. തൃശൂർ പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് 90 മുതൽ 100 ആനകൾ വരെ ആവശ്യമാണ്. എന്നാൽ അത്രയും ആനകൾ ലഭ്യമല്ല. കഴിഞ്ഞ തവണ ലഭിച്ച 80 ആനകളിൽ 18 എണ്ണം ചെരിഞ്ഞു. ഭാവിയിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും G രാജേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉടനെ തന്നെ ഇടപെട്ട് നാട്ടാനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ഒരു 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂരം നടക്കോ ഇല്ല എന്നുള്ള പോലും സംശയമാണ്. ഇത്തവണ പകൽപൂരത്തിന് കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുക. മുൻവർഷങ്ങളിൽ തിടമ്പേറ്റിയ ഗുരുവായൂർ നന്ദന് ഫിറ്റ്നസ് പ്രശ്നമുള്ളതിനാലാണ് തൃക്കടവൂർ ശിവരാജുവിനെ തെരഞ്ഞെടുത്തത്. നാട്ടാനകളിൽ ലക്ഷണമൊത്തതും വലുപ്പമുള്ളതുമായ കൊമ്പനാണ് തൃക്കടവൂർ ശിവരാജു. രാത്രി പാറമേക്കാവ് കാശിനാഥനും പിറ്റേ ദിവസം എറണാകുളം ശിവകുമാറും തിടമ്പേറ്റും. പാറമേക്കാവിന്റെ മറ്റൊരുക്കങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സമയത്തിൻ്റെ ഭൂരിഭാഗം പണികളും തീർന്നു കഴിഞ്ഞു.
വെടിക്കെട്ടിൻ്റെ പണികൾ നന്നായി നടക്കുന്നു. ആനകളുടെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മേളം പഞ്ചവാദ്യത്തിൻ്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ടിന് ബിനോയ് ജേക്കബിനാണ് ഇത്തവണയും ചുമതല. പതിവ് പോലെ കിഴക്കൂട്ടനിയന്മാരാർ മേളത്തിൽ പ്രാമാണികത്വം വഹിക്കും. എന്തായാലും കുടമാറ്റത്തിലും വെടിക്കെട്ടിലുമൊക്കെ വിസ്മയങ്ങൾ കാത്തുവച്ച് പാറമേക്കാവ് പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചേലക്കര തൊഴുപ്പാടം പത്തുത്തിപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് ഇന്നു പുലർച്ചെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി ആടുവളർത്തലിലൂടെ ഉപജീവനം നടത്തിയിരുന്ന കുടുംബത്തിന് വലിയ സാമ്പത്തിക ആഘാതമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരമറിഞ്ഞ ജനപ്രതിനിധികളായ PM അശോകൻ, മുസ്തഫ, സബിത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടായതിൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. വാടാനപ്പള്ളി KTS ഐസ് പ്ലാന്റിന് സമീപം ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എളവള്ളി സ്വദേശി മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയിനുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടോറസിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് എങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശി മരിച്ചു. പുത്തമ്പള്ളി പിഷാരത്ത് 21 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. മാളയിൽ വഴിയോരത്ത് കിടന്നിരുന്ന കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രത്തിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ വീടിന്റെ മതിൽ തകർന്നു. ചിറയത്ത് മേഴ്സി വിൽസന്റെ മതിലിനാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ തകർന്നത്. അഷ്ടമിച്ചിറ റോഡിൽ പട്ടാളപ്പടിയിലുണ്ടായ അപകടത്തിൽ തകർന്ന മതിൽ പുനർനിർമ്മാണത്തിനായി കാർ ഉടമ തയ്യാറായെങ്കിലും കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം മാറ്റാതെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിരവധി അപകടങ്ങൾ നടക്കുന്ന ഭാഗത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന യന്ത്രം ഉടമയെ കണ്ടെത്തി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, മാള പഞ്ചായത്ത് പ്രസിഡന്റ്, മാള പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ക്ലിഫി കളപ്പറമ്പത്ത് പറഞ്ഞു. പൊതുമരാമത്ത് സ്ഥലത്ത് റോഡിനോട് ചേർന്ന് അലക്ഷ്യമായിട്ടിരിക്കുന്ന കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം നീക്കം ചെയ്യാൻ കഴിയാത്തത് ഇനിയും അപകടമുണ്ടാക്കാൻ ഇടയാക്കുമെന്ന് യാത്രക്കാർ പറയുന്നു. ദേശീയപാത ചാലക്കുടി സർവീസ് റോഡിൽ പനമ്പിള്ളി പ്രതിമയ്ക്ക് സമീപം ബസിന്റെ പിന്നിൽ ലോറി ഇടിച്ച അപകടം. ആളപായമില്ല. ലോറിയിൽ ഉണ്ടായിരുന്ന 1 ലക്ഷത്തോളം മുട്ടകൾ നശിച്ചു. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇന്റർസ്റ്റേറ്റ് ബസിനെ മറികടക്കാൻ ശ്രമിച്ച മറ്റൊരു ബസിന്റെ പിന്നിലാണ് നാമക്കല്ലിൽ നിന്ന് ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചത്. ആയിരക്കണക്കിന് മുട്ടകൾ ദേശീയപാതയിൽ ചിതറി വീണു. ഇതോടെ പരിസരത്ത് രൂക്ഷമായ ദുർഗന്ധം പടർന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് റോഡ് വൃത്തിയാക്കിയത്. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. പുത്തൻതോട് പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടമുണ്ടായത്. 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പലയിടത്തും ഉഷ്ണതരംഗ സമാന സാധ്യത. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് അറിയിപ്പ്. 2 ദിവസം കൂടി കൊടുംചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നൊവേന, ലദീന, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവ നടന്നു. കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരുന്നു. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാടൂർ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൊടികയറ്റം കഴിഞ്ഞതോടെ നവനാൾ ആചരണങ്ങൾക്ക് തുടക്കമായി. തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് നവനാൾ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, ലദീന, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 24, 25, 26 തീയതികളിലായാണ് തിരുനാൾ.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൊറത്തിശ്ശേരിയിൽ കള്ളുഷാപ്പിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് അധ്യാപകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മണപ്പെട്ടി കുട്ടിവളപ്പിൽ വീട്ടിൽ MG സുഗുണൻ എന്നയാളെയാണ് വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പൊറത്തിശ്ശേരി വിവൻ നഗറിൽ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെ സുഗുണനും പരിസരവാസികളും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് രാവിലെയാണ് കല്ലേറ്റുങ്കര പോളിയിലെ അധ്യാപകനായ സുഗുണൻ ജോലിക്ക് പോകുന്നതിനിടെ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിന് സമീപത്ത് സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ ബൈക്കിനെ വട്ടം വെച്ച് നിർത്തുകയായിരുന്നു. ബ്രേക്കിട്ട സുഗുണൻ ബൈക്കിൽ നിന്നും വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ട് സ്കൂട്ടർ യാത്രികർ സ്കൂട്ടർ എടുത്തു പോവുകയായിരുന്നുവെന്ന് സുഗുണൻ പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ സുഗുണൻ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചു. ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. പടിഞ്ഞാറെ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിലൂടെ ഒഴുകിപ്പോയത്. പൈപ്പ് പൊട്ടി അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ വെള്ളക്കെട്ടായി. മണിക്കൂറുകളോളം വെള്ളം ഒഴുകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും നിലവിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്രയധികം വെള്ളം പാഴായി പോയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവ ചൂണ്ടിക്കാട്ടാനോ പരാതിപ്പെടാനോ കൃത്യമായ ഒരു സംവിധാനമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൈപ്പ് പൊട്ടിയാൽ അത് പരിഹരിക്കാനോ പരാതി കേൾക്കാനോ ആളില്ലാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകർ ഹാഷിം തിരുവത്ര പറഞ്ഞു. ശക്തമായിട്ട് വെള്ളങ്ങൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് കുടിവെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുദ്ധജലത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടോടെയാണ്. അപ്പോഴാണ് വെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ആരടുത്ത് പരാതി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നാളെ മുതൽക്കൂടെ നിരാഹാരം എടുക്കാൻ പോവാ. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് ചാവക്കാട്. ഇടവേള. വാർത്തയിലേക്ക്. IRCTCയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നിന്നും പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ വിമാനയാത്രാ പാക്കേജുകൾ സംഘടിപ്പിക്കുന്നു. IRCTC ദിവ്യദ്വാരക സോമനാഥ് യാത്ര മെയ് 10 തിരുനെൽവേലിയിൽ നിന്ന് ആരംഭിക്കും. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഭാരത് ഗൌരവ് സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ 19 യാത്ര അവസാനിപ്പിക്കും. കേരളത്തിലെ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും. IRCTC പോർട്ടൽ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് കേരളത്തിലെ സ്റ്റോപ്പുകളിൽ നിന്നും കയറാവുന്നതാണ്. കൂടാതെ ജൂൺ 3 പുറപ്പെടുന്ന 13 ദിവസം നീണ്ടു വിമാനയാത്രാ പാക്കേജും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ IRCTC ടൂറിസം JGM P. സാം ജോസഫ്, സിനോജ് എന്നിവർ പങ്കെടുത്തു. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 63ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്.
തൃശൂർ പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രദർശനമായിരുന്നു ആദ്യം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുക്കുകയായിരുന്നു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് പൂരത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരപ്രദർശനം അതാത് കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾക്ക് വിജയകരമായി തന്നെ നടത്തുവാൻ കഴിഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകൾ സജ്ജമായി കഴിഞ്ഞു. 70-ലധികം പവലിയനുകളാണ് പ്രദർശന നഗരിയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാരണമാണ് സർക്കാർ പവലിയനുകൾ വരാൻ വൈകിയതെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ പ്രദർശന നഗരിയിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നും സന്ദർശകർക്കായി കൾച്ചറൽ പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് M. ജയചന്ദ്രനും സെക്രട്ടറി K. ദിലീപ് കുമാറും പറഞ്ഞു. 180ഓളം കമേഴ്സ്യൽ സ്റ്റാളുകളും പിന്നെ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി കോളേജ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ISRO അങ്ങനെയുള്ള പവലിയനുകളെല്ലാം ഇപ്പോൾ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പൂർണ്ണ സജ്ജമായി കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള സ്റ്റാളുകളെല്ലാം പ്രവർത്തനം. ലോകത്തുള്ള എല്ലാ മലയാളികളെയും അട്രാക്ട് ചെയ്യാൻ പാകത്തിൽ തൃശ്ശൂർ പൂരം കെട്ടിപ്പടുക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികപരമായ അടിത്തറ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷനാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് ആനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള നിരവധി വിനോദ ഉപാധികളും കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് നിരക്ക് 50 രൂപയും പൂരത്തിന്റെ 3 ദിവസം 60 രൂപയുമാണ് നിരക്ക്. പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി ദിവസവും വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതോടെ പ്രദർശന നഗരിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. TCV തൃശൂർ. ദേശീയ സ്കൂൾ ഗെയിംസിന്റെ ചരിത്രത്തിലാദ്യമായി ഉൾപ്പെടുത്തിയ കളരിപ്പയറ്റിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും കേരളം സ്വർണം കരസ്ഥമാക്കി. നെടുവടിപ്പയറ്റ് അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ P. ആദിൽ, K. യജുർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘം സ്വർണം നേടി. ഈ വിഭാഗത്തിൽ S. പുണ്യശ്രീ, V. നിവേദ്യ എന്നിവരും സുവർണ നേട്ടത്തിൽ പങ്കാളികളായി. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ C. കീർത്തനയും PP ശ്രീകൃപയുമാണ് സ്വർണം കൈവരിച്ചത്. അണ്ടർ 19 ആൺകുട്ടികളുടെ പോരാട്ടത്തിൽ K. ഭഗത് ജനൻ, അധിരഥ് സുജിത് എന്നിവർ കേരളത്തിനായി സ്വർണമണിഞ്ഞു. ഒൻപതാമത് വേലൂർ ഗ്രാമകം നാടകോത്സവ നഗരിയിൽ സ്ഥാപിക്കാൻ ശില്പമൊരുക്കി ജോൽസൺ വേലൂർ. അന്തരിച്ച പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനാണ് ജോൽസൺ. തുടർച്ചയായി 4ാം തവണയാണ് ഗ്രാമകം നാടകോത്സവത്തിന് ജോൽസൺ ശില്പം തയ്യാറാക്കുന്നത്. അതിനു മുൻപ് ശില്പി ജോൺസൺ വേലൂരാണ് ശില്പങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ജോൽസൺ ഈ ദൌത്യം നിറവേറ്റുകയായിരുന്നു. മുതലയും മത്സ്യവും എന്ന ആശയം അടിസ്ഥാനമാക്കിയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഫൈബറിൽ തീർത്ത ശില്പത്തിന് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിറങ്ങളാണ് നൽകുന്നത്. കാലാവസ്ഥയും സസ്യലോകവും പ്രമേയമാക്കി ഒരുക്കുന്ന വെതേർഡ് തിയേറ്റർ സീരീസ് എന്ന നവീന നാടക പരമ്പരയ്ക്ക് തൃശൂരിൽ തുടക്കമാകുന്നു. ഈ നാടക പരമ്പരയിൽ ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള കലാകാർ അരങ്ങിലെത്തും. Instead of going outdoors to enjoy the winter sun, to be in the nature, we are forced to stay indoors with our purifiers on in the boxes.
4 വർഷമായി തുടരുന്ന ദി ബോഡി റിമെമ്പേഴ്സ് ദ മൗണ്ടൻ എന്ന ഗവേഷണ പദ്ധതിയുടെ സമാപനമായാണ് ഈ നാടക പരമ്പര അരങ്ങിലെത്തുന്നത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം സസ്യലതാദികളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കി ഒരുക്കിയ നാടകം ഭിന്നശേഷി കലാകാരന്മാരെ ഉൾപ്പെടെ അഭിനേതാക്കളാക്കി അമേരിക്കക്കാരിയായ ഡോക്ടർ കാന്ത കൊച്ചർ സംവിധാനം ചെയ്യുന്നു. സെൻസ് മെത്തേഡ്സ് എന്ന പ്രത്യേക രീതിയിലൂടെ മനുഷ്യ ശരീരത്തിന്റെയും ഭൂമിയുടെയും ബന്ധം പുതുക്കി അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് അവതരണം. It is also a pan-India and intercultural project where a group of us are coming together to investigate what stories are plants really telling us. In order to take a look at art and science together, we are inventing new methods for how to stage that. We are also working together as a mixed ability group. Folks that are deaf, hard of hearing, blind, VI, and other disabilities, and non-disabled performers are working together. And in order to do that, we are also inventing new methods. സസ്യങ്ങളുടെ ഭാഷയും പ്രകൃതിയുടെ ചുവടുകളും ഈ നാടക പരമ്പരയിൽ പ്രമേയമാകുന്നു. സസ്യങ്ങളുടെ ലോകത്തെ താമസക്കാർ മാത്രമാണ് മനുഷ്യർ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് അനായാസം മനസ്സിലാകുന്നതിനായി മലയാളത്തിലും ആംഗ്യഭാഷയിലും വിവരണം ഒരുക്കുന്നുണ്ട്. ഈ മാസം 22-ന് കേരള സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സിലും തുടർന്ന് ഫോർട്ട് കൊച്ചി, പാലക്കാട് എന്നിവിടങ്ങളിലും അരങ്ങേറുന്ന നാടകത്തിന് പ്രവേശനം സൗജന്യമാണ്. കൾച്ചറൽ ഡെസ്ക് TCV. കൊടുങ്ങല്ലൂർ സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 17ാമത് സംഗീതരത്ന പുരസ്കാരം പിന്നണി ഗായികയും ശാസ്ത്രീയ സംഗീതജ്ഞയുമായ ലതികയ്ക്ക് സമ്മാനിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ അധ്യാപികയായിരുന്ന ടീച്ചർക്ക് 2022 കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ ഡോക്ടർ K. കേശവൻ നമ്പൂതിരി, പ്രൊഫസർ ധർമ്മതീർത്ഥൻ, കണ്ണൂർ രാജേഷ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. മെയ് 31-ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സോപാനം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ K. കേശവൻ നമ്പൂതിരി, ബക്കർ മേത്തല, ലക്ഷ്മി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി ആരംഭിച്ച അതിരപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി വർഷങ്ങളായിട്ടും ഇനിയും പൂർത്തിയായിട്ടില്ല. 4 വർഷം മുൻപ് ചെമ്പൻകുന്നിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാവുന്ന വലിയ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടുന്ന ജോലികൾക്ക് തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോൾ പൈപ്പിടുന്നതിന് കിഫ്ബി കേരള വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ചെമ്പൻകുന്ന് വാട്ടർ ടാങ്ക് മുതൽ മേട്ടിപ്പാടം വരെ കാസ്റ്റ് അയൺ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ എത്രയും വേഗം ചെയ്തു തീർക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ കേരള വാട്ടർ അതോറിറ്റി നാട്ടിക ഫർക്ക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് കത്ത് നൽകി. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജലയാനം തിങ്കളാഴ്ച ആരംഭിക്കും. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയുടെ പ്രസിഡന്റ് V. മുരളി നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ പരിശീലനം നൽകും. 8 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നീന്തൽ ശാസ്ത്രീയ മുറയിൽ അഭ്യസിപ്പിക്കും. തൃശൂർ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ ഭാരവാഹിയും 32 വർഷ പരിശീലനത്തിൽ പരിചയവിദഗ്ധനായ MV ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും പരിശീലനം. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ. ഒരുമനയൂർ സ്വദേശി നബ്ഹാൻ റഷീദ് ഗോൾഡ് മെഡലും എടമുട്ടം സ്വദേശി മുഹമ്മദ് ഷിഫാൻ വെള്ളി മെഡലും നേടിയിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിച്ച റയാൻ മജീദിന് ചാമക്കാല ജനകീയ കൂട്ടായ്മ ആദരവ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷനായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, ജുജിറ്റ്സു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RJ അൻവർ മരക്കാർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ B. മുഹമ്മദ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൽ നജീബ് ഷജില ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. വേനൽ അവധിക്കാലം കുട്ടികൾക്ക് സാധാരണയായി യാത്രകളുടെയും കളികളുടെയും സമയമാണ്. എന്നാൽ ഈ വേനൽ അവധിക്കാലം വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് ഒരു പറ്റം വിദ്യാർത്ഥികൾ. കളികൾക്കൊപ്പം ചെറിയൊരു വരുമാനവും ഒപ്പം പുതിയ ജീവിത പാഠങ്ങളും പഠിക്കാൻ തെരുവോരങ്ങളിൽ കൊച്ചുകടകൾ തുടങ്ങിയിരിക്കുകയാണ് കുട്ടിപ്പട്ടാളം. കത്തുന്ന വേനൽ ചൂടിനെ വകവയ്ക്കാതെ വഴിയരികിലെ കച്ചവടം പൊടിപൊടിക്കുകയാണ്.
വിവിധതരം മിഠായികൾ, ദാഹമകറ്റാൻ ശീതള പാനീയങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് വിലപേശാനും സാധനങ്ങൾ വിൽക്കാനുമൊക്കെ പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. വെക്കേഷനായിട്ട് ഒരു കട ആരംഭിക്കാൻ തുടങ്ങി. ഞങ്ങൾ 7 പേര് കട ആരംഭിച്ച് പിന്നെ ഞങ്ങളുടെ കടയിൽ സർബത്ത്, ഉപ്പ് സോഡ അങ്ങനത്തെ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കി. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം ഇറക്കിയത്. ഞങ്ങൾ തന്നെയാണ് കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചത്. വലിയ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കുട്ടികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ യാത്രക്കാരും നാട്ടുകാരും ഏറെ താല്പര്യം കാണിക്കുന്നു. കുട്ടികളുടെ ഈ കൊച്ചു സംരംഭത്തിന് മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും അപരിചിതരോട് സംസാരിച്ച് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഇത്തരം അനുഭവങ്ങൾ കുട്ടികളെ സഹായിക്കുമെന്ന് രക്ഷിതാക്കളും പറയുന്നു. സുരക്ഷ ഉറപ്പാക്കി രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പലയിടത്തും ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത്. ഏതൊരു വലിയ സംരംഭവും തുടങ്ങുന്നത് ചെറിയ ചുവടുകളിൽ നിന്നാണ്. അവധിക്കാലം വിശ്രമത്തിന്റേത് മാത്രമല്ല, ജീവിതം പഠിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഈ കുട്ടിക്കച്ചവടക്കാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ലോക ഹീമോഫീലിയ ദിനത്തോടനുബന്ധിച്ച് ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂബിലി മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ ആശുപത്രിയിൽ ശനിയാഴ്ച ഹീമോഫീലിയ ദിനം ആചരിക്കും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. രോഗനിർണയം ആദ്യം എന്നതാണ് ഈ വർഷത്തെ ഹീമോഫീലിയ സന്ദേശം. ചടങ്ങിൽ ഹീമോഫീലിയ അടക്കമുള്ള രക്തസ്രാവ വൈകല്യമുള്ളവർക്കായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിക്ക് നൽകുന്ന ഈ വർഷത്തെ കണ്ണൻ മെമ്മോറിയൽ ദേശീയ പുരസ്കാരം ഹീമോഫീലിയ ക്ലിനിക് എറണാകുളം ഇൻചാർജ് ഡോക്ടർ TA ഷീലയ്ക്ക് സമ്മാനിക്കും. ട്രസ്റ്റ് ചെയർമാൻ E ബാലഗോപാലൻ അവാർഡ് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ NN ഗോകുൽദാസ്, അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ, ഡോക്ടർ മുഹമ്മദ് റാഫി, MG രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. പാഞ്ചജന്യം ഹിന്ദു ജാഗരൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം 18-19 തീയതികളിൽ നടക്കും. രണ്ടാമത് ഹിന്ദു മഹാസംഗമത്തിന്റെ ഭാഗമായി സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് പാറമേക്കാവിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. തുടർന്ന് അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കും. ഞായറാഴ്ച രാവിലെ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രൊഫസർ V മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സന്യാസി സംഗമം, യതിപൂജ, മാതൃപൂജ, ഗുരുവന്ദനം, പൂരവിചാരം എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി നന്ദാത്മജനാനന്ദ, U പുരുഷോത്തമൻ, ഡോക്ടർ TM സുധീന്ദ്രൻ, രമാദേവി, ഡിവിച്ച് എന്നിവർ പങ്കെടുത്തു. ഐനിക്കൽ കണ്ണത്ത് തറവാട്ട് യോഗം വൈന്തല ശാഖയുടെ 14ാം വാർഷിക കുടുംബയോഗം വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. ഫാദർ ജോസഫ് ചാലിശ്ശേരി, ഫാദർ ജിബിൻ, ഫാദർ ജോബി കണ്ണത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഈ വർഷത്തെ സാമൂഹിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫാദർ ജോസഫ് ഏലിയാസ് ഐനിക്കൽ കണ്ണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിക്ക് നൽകി ആദരിച്ചു. പൊന്നാനി ഈഴുവത്തിരുത്തിൽ കുമ്പളത്തുപടി കിങ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷുദിനാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് K സനീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ കൌൺസിലർ A പവിത്രകുമാർ, പൊന്നാനി SI വിനോദ് എന്നിവർ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാന വിതരണം നടത്തി. P ശ്രീജേഷ്, CP മുസ്തഫ, AV നിതിൻ രാജ്, K രതീഷ്, AV ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പുകളുടെ പരമ്പരയിലെ 174ാമത് ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാകുന്നവരിൽ തിമിര രോഗം കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. P രാധാകൃഷ്ണൻ, MR ആംസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജഗൻ പാത്രമംഗലം രചിച്ച സ്മൃതിയാനം എന്ന നോവലിന്റെ പ്രകാശനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നാളെ വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ അശോകൻ ചിരുവിൽ, എഴുത്തുകാരൻ ഡോക്ടർ MN വിനയകുമാറിന് നൽകി നോവലിന്റെ പ്രകാശനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജഗൻ പാത്രമംഗലം, NT ആനന്ദൻ, ഷാഹിൻ പാത്രമംഗലം, അഷറഫ് പാത്രമംഗലം എന്നിവർ പങ്കെടുത്തു. മുണ്ടൂർ കർമ്മലമാതാ ദേവാലയത്തിൽ CLCയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ സായാഹ്നം സംഘടിപ്പിച്ചു. ബിഷപ്പുമാരായ ബെന്നി വർഗീസ് എടത്താട്ടിൽ, ആൽബർട്ട് ഹെറോം, ജോസ് ചിറക്കൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. മിഷൻ സംവാദത്തിന് വികാരി ഫാദർ ബാബു അച്ചാടൻ, കൈകാരൻ സാന്റോ തരകൻ, ജനറൽ കൺവീനർ ജോയ് ജോൺ, CLC ഭാരവാഹികളായ VO സിജോ, അലൻ ആൽവിറ്റ്, ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി.
CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. പകുതിയിലേറെ വിദ്യാർത്ഥികൾക്ക് 90% മാർക്ക് ലഭിച്ചെന്ന് പ്രിൻസിപ്പാൾ കെ ലേഖ പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥിയായ ജി നിരഞ്ജൻ 500-ൽ 498 മാർക്ക് വാങ്ങി. അഖിലേന്ത്യാ തലത്തിൽ മുൻനിരയിലെത്തി മികച്ച വിജയം നേടിയ നിരഞ്ജനെയും മാതാപിതാക്കളെയും മാനേജ്മെന്റും പ്രിൻസിപ്പലും അനുമോദിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വെറും അധികാരമോഹികളാണെന്നും ബിനോയ് വിശ്വം. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ചേലക്കര തൊഴൂപ്പാടം പത്തുതിപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലം തൊടി ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എളവള്ളി സ്വദേശി മൊയ്നുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. തൃശൂർ ജില്ലയിലും താപനില ഉയരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 24, 25, 26 തീയതികളിലായാണ് തിരുനാൾ. പൊറത്തിശ്ശേരിയിൽ കള്ളുഷാപ്പിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച അധ്യാപകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മണപ്പെട്ടി സ്വദേശി MG സുഗുണനെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ.